എല്ലാവർക്കും സ്വാഗതം. യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പണമാണോ അതോ മനസ്സമാധാനമാണോ? ഈയൊരു ചോദ്യത്തിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കിട്ടിയ ഒരു ഉത്തരം അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. 1958 നിന്നുള്ളൊരു സന്ദേശമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ഒന്നുകൂടി ചോദിക്കാം, എന്താണ് യഥാർത്ഥ സമ്പത്ത്? ഒരു വലിയ വീട്, അല്ലെങ്കിൽ ബാങ്കിൽ കുറേ പണം, അതോ ഇനി ഇതൊന്നുമല്ലാത്ത നല്ല ശാന്തമായൊരു മനസ്സോ? ഈയൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടങ്ങാം. നമ്മളിൽ മിക്കവരും ഈ സമ്പത്തൊക്കെ കണ്ടെത്താൻ ഓടുന്നത് പുറമേയുള്ള ലോകത്തല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്കാ ഓട്ടത്തെക്കുറിച്ചും അതിന്റെ ഉള്ളിലെ ശൂന്യതയെക്കുറിച്ചും ഒന്ന് സംസാരിക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു മരുഭൂമിയിലാണ് കേട്ടോ. അവിടെ രോഹൻ എന്നു പേരുള്ള ഒരാൾ, പുള്ളി സ്വർണ്ണനാണയങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് യഥാർത്ഥത്തിലുള്ളതല്ല, വെറുമൊരു മരീചികയാണ്. ഇത് ശരിക്കും അടങ്ങാത്ത ആഗ്രഹങ്ങളുള്ള നമ്മുടെയൊക്കെ മനസ്സിന്റെ ഒരു പ്രതീകമാണല്ലേ, വെറുതെയുള്ള ആ ഓട്ടം. അപ്പോൾ നോക്കൂ, എങ്ങനെ പുറമേയുള്ള ഓരോന്നിനു വേണ്ടി നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലാണ് ഒരു വലിയ ശൂന്യത ഉണ്ടാകുന്നത്. ഒരു വശത്ത് നോക്കിയാൽ വസ്തുക്കളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാകും, പക്ഷെ മറുവശത്തോ തീരാത്ത ടെൻഷനും മാനസിക സംഘർഷവും. അതായത് പുറമേ കാണുന്ന ആ സമ്പത്തൊക്കെ ഒരു തരം ഇല്യൂഷൻ മാത്രമാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യം ഒരു കഠിനമായ യാഥാർത്ഥ്യമായിട്ട് മാറും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ പുറമെ എത്ര വസ്തുക്കൾ വാരിക്കൂട്ടിയാലും ഒരു കാര്യവുമില്ല. അതൊന്നും വെച്ച് ഉള്ളിലെ ആ ശൂന്യതയെ മറയ്ക്കാൻ നമുക്ക് കഴിയില്ല. ഈയൊരു ആശയം അത് നമ്മുടെ മനസ്സിൽ ശരിക്കും പതിയണം. അസംതൃപ്തിയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം, ശരിയല്ലേ? എപ്പോഴും ഇനിയും വേണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ദാരിദ്ര്യം വേറെയില്ല. അപ്പോ രോഹന്റെ ഈയൊരു ഓട്ടത്തിന്, ഈ പോരാട്ടത്തിന് ഒരു പരിഹാരമുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഥയിലെ ഒരു ടേണിംഗ് പോയിന്റാണ്. ജ്ഞാനത്തിന്റെ ഒരു ചെറിയ വെളിച്ചം എങ്ങനെയാണ് ഈ ഓട്ടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്നാണത് സംഭവിക്കുന്നത്. ആകാശത്തുനിന്ന് ഒരു സ്വർണ്ണപന്തം പോലെ ഒരു വെളിച്ചം താഴേക്ക് വരുന്നു. ആ വെളിച്ചം ആ വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ തട്ടിയതും അതൊരു പച്ചപ്പു നിറഞ്ഞ പൂന്തോട്ടമായി മാറുന്നു. ഇതൊരു പ്രതീകമാണ്. ശരിയായ അറിവ് കിട്ടിയാൽ നമ്മുടെ കാഴ്ചപ്പാടും ജീവിതം തന്നെയും എങ്ങനെ മാറുമെന്നതിൻ്റെ ഒരു മനോഹരമായ പ്രതീകം. 1958 സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ആന്തരിക പ്രൗഢി. അതെന്താണെന്നല്ലേ? അത് നമ്മുടെ ബാങ്ക് ബാലൻസിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ചിന്തകളുടെ നിലവാരത്തിലും നമുക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവിലുമാണ് യഥാർത്ഥ സമ്പത്തിരിക്കുന്നത്. ഇതൊരു വലിയ കാഴ്ചപ്പാട് മാറ്റാണല്ലേ? അതെ, സംതൃപ്തിയാണ് ഏറ്റവും വലിയ ധനം. ആ അസംതൃപ്തി എന്ന ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരേയൊരു താക്കോലിതാണ്. ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ധനവാൻ. യഥാർത്ഥ മഹത്വം അല്ലെങ്കിൽ വലുപ്പം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ കയ്യിലുള്ള പണത്തിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ വലുപ്പത്തിൽ നിന്നാണ്. ആരുടെ മനസ്സ് വലുതാണോ അവനാണ് യഥാർത്ഥത്തിൽ മഹാൻ. നമ്മുടെ ചിന്തകൾ വിശാലമാകുമ്പോൾ നമ്മളും മഹാന്മാരാകുന്നു. അപ്പോൾ ഈ അറിവൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇനി നമ്മൾ ഇതിൻ്റെ ഉറവിടത്തിലേക്ക്, ഇതിൻ്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. ആ 1958 സന്ദേശം നമുക്ക് നേരിട്ട് കേൾക്കാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന വാക്കുകൾക്ക് ഒരുപാട് ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. 1958 പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീ രാം ശർമ്മ ആചാര്യ നൽകിയ ഒരു ശാശ്വത സന്ദേശമാണിത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. മനുഷ്യന്റെ ദാരിദ്ര്യം അവന്റെ പോക്കറ്റിലല്ല, മനസ്സിലാണ്. സംതൃപ്തി എന്ന ധനമില്ലാത്തവൻ കോടീശ്വരനാണെങ്കിൽ പോലും അവൻ ദരിദ്രനാണ്. ഇത് സമ്പത്തിനെയും ദാരിദ്ര്യത്തെയും കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും മാറ്റിമറിക്കുന്ന വാക്കുകളാണ്. എന്തൊരു മനോഹരമായ ഉപമയാണെന്ന് നോക്കൂ. ആത്മസംതൃപ്തിയാണ് സ്പർശമണി. അത് ഇരുമ്പുപോലുള്ള ജീവിതത്തെ സ്വർണമാക്കി മാറ്റുന്നു. ഇരുമ്പിനെ സ്വർണമാക്കുന്ന ആ മാന്ത്രിക കല്ലുപോലെയാണ് ആത്മസംതൃപ്തി. നമ്മുടെ സാധാരണ ജീവിതത്തെ പോലും വിലമതിക്കാനാവാത്ത ഒന്നാക്കി മാറ്റാൻ അതിന് കഴിയും. ഓക്കെ, ഈ മഹത്തായ വാക്കുകളൊക്കെ കേട്ടു. പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. രോഹന്റെ യാത്രയുടെ അവസാനവും അതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ള പാഠവുമാണ് ഇവിടെയുള്ളത്. രോഹന്റെ ആ ഒരു മാറ്റം നമുക്ക് ഈ 3 സ്റ്റെപ്പുകളിലായിട്ടൊന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തത് വ്യർത്ഥമായ പ്രയത്നം, ആഗ്രഹങ്ങളുടെ മരുഭൂമിയിൽ ഓടുന്നു. രണ്ടാമത്തത് ജ്ഞാനത്തിന്റെ വെളിച്ചം, ആ ദിവ്യപന്തത്തിൽ നിന്ന് അറിവ് കിട്ടുന്നു. മൂന്നാമത്തതോ ആന്തരിക സമാധാനം, സംതൃപ്തിയുടെ പൂന്തോട്ടത്തിൽ ശാന്തനായി നടക്കുന്നു. ഇത് പോരാട്ടത്തിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. അപ്പോൾ ഈ സന്ദേശത്തിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1.
യഥാർത്ഥ സമ്പത്ത് നമ്മുടെ ചിന്തകളിലാണ്. 2 കൂടുതൽ വേണമെന്നുള്ള ആ ഓട്ടമാണ് എല്ലാ അശാന്തിക്കും കാരണം. 3 മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ നിധി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായി, സന്തോഷം തേടി എങ്ങോട്ടും ഓടേണ്ടതില്ല. ഈ നിമിഷത്തിൽ സംതൃപ്തരായാൽ സന്തോഷം താനേ വരും. അപ്പോ നമ്മുടെ ഈ ഒരു ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കുള്ളൊരു ചോദ്യത്തോടെ, ഈ പാഠങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ അമൂല്യമായ നിധി അത് നിങ്ങൾ എപ്പോൾ കണ്ടെത്താൻ തുടങ്ങും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.